ഇമാമിന്റെ കൂടെ നമ്മൾ തുടരുന്ന വേളയിൽ ഫാത്തിഹയെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ എല്ലാവർക്കും നിർബന്ധമാണ്. അത് ഇമാമിനാവട്ടെ മഅ്മൂമിനാവട്ടെ, ഇത് രണ്ടുമല്ലാത്ത നിലക്ക് ഒറ്റക്ക് നമസ്കരിക്കുന്ന വ്യക്തിക്കാവട്ടെ സൂറത്തുൽ ഫാത്തിഹ എല്ലാ റക്അത്തിലും പാരായണം ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ രണ്ട് അവസരങ്ങളിൽ ഈ ഫാത്തിഹയുടെ നിർബന്ധത്തിൽ നിന്ന് മഅ്മൂമിന് ഇളവുണ്ട്. മഅ്മൂം ഫാത്തിഹ പാരായണം ചെയ്തില്ലെങ്കിലും ആ റക്അത്തിൽ ലഭിക്കുന്ന രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന്, നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇമാം റുക്കൂഇലാണ്. ഇമാം റുക്കൂഇലായിരിക്കെയാണ് നമ്മൾ ചെന്ന് ചേരുന്നതെങ്കിൽ നമ്മൾ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് വീണ്ടും തക്ബീർ ചൊല്ലി നമ്മൾ നേരെ റുക്കൂഇലേക്ക് പോവുക. റുക്കൂഇ ഇമാമിന്റെ കൂടെ നമുക്ക് ലഭ്യമായാൽ നമുക്ക് ആ റക്അത്ത് ലഭിക്കും എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇവിടെയും പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ഒരു വിഷയമാണിത്. മഅ്മൂമിന് ഇമാമിന്റെ കൂടെ ഫാത്തിഹ ലഭിച്ചിട്ടില്ലെങ്കിൽ ആ റക്അത്ത് ലഭിക്കുമോ, അതോ റുക്കൂഇ ഇമാമിന്റെ കൂടെ മഅ്മൂമിന് കിട്ടിയാൽ മതിയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. അത് ഏത് റക്അത്തിനെ കുറിച്ച് മാത്രമാണ്? മഅ്മൂം വൈകി എത്തുന്ന, മസ്ബൂഖായി പിന്തി വരുന്ന ആ ഘട്ടത്തിലാണ്. ഇമാം അവിടെ നിസ്കാരം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്, വൈകിട്ടാണ് മഅ്മൂം വരുന്നത്. വന്ന് നോക്കുമ്പോൾ ഇമാം റുക്കൂഇലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഇദ്ദേഹം വേഗം തക്ബീർ ചൊല്ലി റുക്കൂഇലേക്ക് പോകുന്നു. അപ്പൊ അദ്ദേഹത്തിന് റുക്കൂഇ ഇമാമിന്റെ കൂടെ കിട്ടി, എന്നാൽ ഫാത്തിഹ ലഭിച്ചിട്ടില്ല. അയാൾക്ക് ആ റക്അത്ത് കിട്ടുമോ? കിട്ടും എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെയും അഇമ്മത്തുകളുടെയും ഒക്കെ അഭിപ്രായം. എന്നാൽ ആ വിഷയത്തിലും പ്രഗത്ഭരായ ചില പണ്ഡിതന്മാരും ചില വ്യക്തിത്വങ്ങളുമൊക്കെ ഫാത്തിഹ കിട്ടാത്ത റക്അത്ത് കിട്ടുകയില്ല, വൈകി വന്നയാളാണെങ്കിലും ശരി എന്നുള്ള വീക്ഷണം പറഞ്ഞവരുണ്ട്. എന്നാൽ പ്രമാണങ്ങളുമായി കൂടുതൽ യോജിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഇമാമിന്റെ കൂടെ റുക്കൂഇ കിട്ടിയാൽ തന്നെ നമുക്ക് ആ റക്അത്ത് ലഭിക്കും. എന്നാൽ റുക്കൂഇ കിട്ടി എന്ന് നമുക്ക് ബോധ്യമാവണം. ചില ആളുകളൊക്കെ റുക്കൂഇ കിട്ടി എന്നാണ് സമാധാനിക്കലുണ്ട്. നമ്മൾ ചെന്ന് ഇമാം റുക്കൂഇലാണ്, നമ്മൾ റുക്കൂഇലേക്ക് പോയി. പക്ഷെ നമ്മൾ കൈകെട്ടി റുക്കൂഇൽ എത്തുമ്പോഴേക്ക് ഇമാം സമീഅല്ലാഹു ലിമൻ ഹമിദാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്നാലും റുക്കൂഇൽ പോയിട്ടുണ്ടല്ലോ എന്ന് സമാധാനിച്ചിട്ട് ആ റക്അത്ത് ലഭിച്ചു എന്ന് വിചാരിക്കരുത്. ഇമാമിന്റെ കൂടെ റുക്കൂഇ കിട്ടി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഇമാം സമീഅല്ലാഹു ലിമൻ ഹമിദാ നമ്മൾ വേഗം പിന്നെ റുക്കൂഇൽ നിന്ന് ഉയർന്ന് ആ നമസ്കാരം പൂർത്തിയാക്കാവുന്നതാണ്. ആ ഒരു റക്അത്ത് ലഭിക്കും. എന്നാൽ പിന്നെ ഫാത്തിഹ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ റക്അത്ത് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞവർ ന്യൂനപക്ഷം പണ്ഡിതന്മാരുമുണ്ട്. നമ്മൾ മറക്കരുത്, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ലോകത്തുണ്ട്. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് ആ വിഷയത്തിൽ പ്രമാണങ്ങളുമായി യോജിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു അവസ്ഥ. നമുക്ക് ഫാത്തിഹ കിട്ടിയില്ലെങ്കിലും നമുക്ക് റക്അത്ത് ലഭിക്കും എന്ന് പറയുന്ന ഒരവസ്ഥ അതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം, നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു, നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇമാം റുക്കൂഇലേക്ക് പോവാനായിട്ടുണ്ട്, ഇമാം സൂറത്തൊക്കെ പാരായണം ചെയ്യാണ്. അപ്പൊ ആ ഘട്ടത്തിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പൊ നമ്മളും കൈകെട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫാത്തിഹ പാരായണം ആരംഭിച്ചു. ഉദാഹരണമായി റഹ്മാൻ റഹീം എന്നൊക്കെ എത്തിയുള്ളൂ, അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ എത്തിയുള്ളൂ. അപ്പോഴേക്ക് ഇമാം എന്ത് ചെയ്തു? പിന്നെ റുക്കൂഇലേക്ക് പോയി. നമ്മൾ പാരായണം പൂർത്തിയാക്കാൻ നിന്നാൽ നമുക്ക് പിന്നെ ആ റക്അത്ത് ചിലപ്പോൾ ഇമാം പെട്ടെന്ന് റുക്കൂഇൽ നിന്ന് പെട്ടെന്ന് ഉയരുന്ന ആളാണ്. നമ്മൾ ഫാത്തിഹ തുടങ്ങി വെച്ചിട്ടുണ്ട്, തീരെ കിട്ടായ്മല്ല, തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇമാം റുക്കൂഇലേക്ക് പോയി. നമ്മളും വേഗം റുക്കൂഇലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ല, പൂർത്തിയാക്കി പോകാൻ കഴിയുമോ എങ്കിൽ നമ്മൾ പൂർത്തിയാക്കി പോവുക. അതല്ല, പൂർത്തിയാക്കാൻ നിന്നാൽ ഇമാം ഉയരും എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ റക്അത്തിൽ അഥവാ വൈകി വന്ന ആ ഒരു മസ്ബൂഖായി വന്ന ആൾക്കാണ് ആ പറയുന്നത്. അല്ലാത്ത റക്അത്തിലാണെങ്കിൽ നമുക്ക് ശേഷം പറയാനുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അയാളെ കിട്ടിയ ഫാത്തിഹയുടെ ആയത്തും വെച്ച് ഇമാമിന്റെ കൂടെ റുക്കൂഇലേക്ക് പോയാൽ മതി. ഫാത്തിഹ പൂർണ്ണമായി കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിരോധമില്ല, അയാൾക്ക് ആ റക്അത്ത് ലഭിക്കും. ഇതാണിപ്പോ അങ്ങനെയുള്ള ഒരു ഘട്ടം. ഇനി അതേ അവസരത്തിൽ മറ്റൊരു വിഷയം നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഇപ്പൊ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ, ഉദാഹരണം മൂന്നാമത്തെ റക്അത്തിലാണ് ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ഫത്വകൾ ചോദിക്കപ്പെട്ട നിരവധി ഫത്വകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി, മൽ ഹുക്മു ഫീ റജുലിൻ സ്വല്ലാ മഅ ജമാഅത്തിൻ സ്വലാത്തൻ റുബാഇയത്തൻ മിൻ അവ്വലി സ്വലാഹ്. എന്താണ് ചോദിക്കപ്പെടുന്ന ചോദ്യം? എന്താണ്?
എന്താണ് ഒരാളുടെ നമസ്കാരത്തിന്റെ വിധി? അദ്ദേഹം ഇമാമിന്റെ കൂടെ ജമാഅത്തായിട്ട് 4 റക്അത്തുള്ള ഒരു നമസ്കാരത്തിന്റെ തുടക്കം മുതലേ ചേർന്നിട്ടുണ്ട്. അങ്ങനെ ആ വ്യക്തി എന്ത് ചെയ്തു? ഇമാം സലാം വീട്ടിയപ്പോൾ ഈ വ്യക്തി എഴുന്നേറ്റ് 5ാമത്തെ റക്അത്ത് കൂടി നമസ്കരിക്കുന്നത് ഇമാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇമാം കാണുകയാണ് ഇദ്ദേഹം തുടക്കത്തിലേ ഇദ്ദേഹം ഉണ്ട്, പിന്നെ ഇദ്ദേഹം നീറ്റുന്നിട്ട് ഒരു റക്അത്തും കൂടെ നിസ്കരിക്കുന്നത് ഇമാം കണ്ടപ്പോ ഇമാം ചോദിച്ചു, എന്താ നിങ്ങൾ വീണ്ടും നിസ്കരിക്കുന്നത്? അപ്പൊ അദ്ദേഹം അതിന്റെ ശേഷം മറുപടി പറഞ്ഞത് എന്താണ്? ഇന്നനി ഫിർ റക്അത്തി സാലിസ, 3ാമത്തെ റക്അത്തിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായി. എന്തായിരുന്നു പ്രശ്നം? ലം അതമക്കൻ മിൻ ഖിറാഅത്തുൽ ഫാത്തിഹ, എനിക്ക് ഫാത്തിഹ പാരായണം ചെയ്യാൻ സൗകര്യപ്പെട്ടില്ല. ഫഅതൈതു ബിഹാദിഹി റക്അത്തി ബദലൻ അൻഹാ, അപ്പൊ ആ റക്അത്ത് അപ്പൊ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിന് ബദലായി ഞാൻ ഈ റക്അത്ത് നിർവഹിച്ചതാണ് എന്നാണ് ഇമാമിനോട് അദ്ദേഹം മറുപടി നൽകിയത്. എങ്കിൽ എന്താണ് ഇതിന്റെ വിധി എന്നാണ് ചോദ്യം. അതിന് നൽകിയ മറുപടി എന്താണ്? ഹാദാ സഹീഹ്, അത് ശരി തന്നെയാണ്. അയാൾക്ക് ഇടയ്ക്കുള്ള റക്അത്തിൽ ഫാത്തിഹ കിട്ടിയില്ലെങ്കിൽ അയാൾ ആ റക്അത്ത് എന്ത് ചെയ്യണം? അയാൾ മടക്കിയെടുക്കണം. അയാൾ തീരെ ഫാത്തിഹ ഓതിയില്ല, അയാൾ 3ാമത്തെ റക്അത്തിൽ ഇങ്ങനെ നിന്നു. 3ാമത്തെ റക്അത്തിൽ നിന്നു, അയാൾ എന്തോ ആലോചനയിലായി. അപ്പോഴേക്ക് പെട്ടെന്ന് ഫാത്തിഹ ഓതാണല്ലോ എന്ന് ഓർത്തു വന്നപ്പോഴേക്ക് ഇമാം റുക്കുവിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ്? ആ റക്അത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ ആ റക്അത്ത് വീണ്ടെടുക്കണം. അപ്പൊ അയാൾ പറഞ്ഞത് ശരി തന്നെയാണ്, അയാൾക്കത് വീണ്ടെടുക്കാം, അത് ശരി തന്നെയാണ്. എന്നാൽ അദ്ദേഹം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഈ 3ാമത്തെ റക്അത്തിൽ ഇമാം പോയത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇമാമിന്റെ കൂടെ പോയതാണോ? അങ്ങനെ ഫാത്തിഹ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നതാണോ? എങ്കിൽ വഖൈറും മിൻ ദാലിക, ആ വ്യക്തിക്ക് എന്തായിരുന്നു ഉത്തമം? അന്നഹു ലമ്മാ ഖാമ വറകഅൽ ഇമാമു ഖബ്ല അൻ യുക്മില ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ പാരായണം പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ഇമാം റുക്കൂയിലേക്ക് പോയതാണെങ്കിൽ ഇദ്ദേഹം പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ള ആയത്തുകൾ പെട്ടെന്ന് പാരായണം ചെയ്യാം. ബാക്കിയുള്ള ആയത്തുകൾ കൂടി പെട്ടെന്ന് ഫാത്തിഹയുടെ പാരായണം പൂർത്തിയാക്കിയിട്ട് ഇമാമിനെ ഫോളോ ചെയ്യുക. അപ്പോഴേക്കും ഇമാമു വലൗ റഫഅൽ ഇമാമു മിനർ റുകൂഇ, റുക്കൂയിൽ നിന്ന് ഇമാം ഉയർന്നിട്ടുണ്ടെങ്കിലും ശരി, റുക്കൂയിൽ നിന്ന് ഇമാം ഉയർന്നിട്ടുണ്ടെങ്കിലും ശരി, ഇദ്ദേഹം വേഗം ആ ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂഇ ചെയ്ത് റുക്കൂയിൽ നിന്ന് ഉയരുകയാണ് വേണ്ടത് എന്ന ആ വിഷയത്തിൽ മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ അങ്ങനെ ഫത്വകൾ നൽകിയതായി നമുക്ക് അവരുടെ ഫത്താവകളിൽ വായിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഫാത്തിഹ നിർബന്ധമാണ്. നിർബന്ധത്തിൽ നിന്ന് ഒഴിവാകുന്ന ഘട്ടം മസ്ബൂഖിനാണ്, അഥവാ വൈകിയെത്തിയിട്ടുള്ളയാൾക്കാണ്. 1ാമത്തെ റക്അത്തിൽ എത്തിയപ്പോഴുണ്ടായ അതേസരം ഇടയ്ക്കുള്ള റക്അത്തുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം അത് ഇമാമിനിപ്പോൾ റുക്കൂയിൽ നിന്ന് അങ്ങോട്ട് ഉയർന്നു എന്ന് കണ്ടാലും അദ്ദേഹം വേഗം ഫാത്തിഹ പൂർത്തിയാക്കണം. അതല്ല, തീരെ ഫാത്തിഹ അദ്ദേഹത്തിന് പാരായണം ചെയ്യാൻ സാധ്യമാകാത്ത റക്അത്താണെങ്കിലോ അതിന് പകരം അയാൾക്ക് ആ റക്അത്ത് കിട്ടിയിട്ടില്ല, ആ ഘട്ടത്തിൽ റക്അത്ത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ആ റക്അത്ത് തന്നെ വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം.